ഓക്കെ, ഇതൊരു വട്ടമാണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് കറങ്ങുക ഈ സൈഡ്. അപ്പോൾ ഒമേഗേൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, ആൽഫേൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടായിരിക്കും. ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ആൽഫേൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ റേഡിയൽ ആക്സിലറേഷൻ AT ആണിത്. ഇത് എന്ന് പറഞ്ഞാൽ അതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, നേരത്തെ പറഞ്ഞ സാധനം തന്നെ. അതെന്ന് വെച്ചാൽ ഈ ലൈനിന് സെയിം ആയിട്ടായിരിക്കും. ഈ ലൈന് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണല്ലോ, ഇതൊരു വട്ടാണെങ്കിൽ ഇതാണല്ലോ അതിൻ്റെ റേഡിയസ്, ഇതും അതിൻ്റെ റേഡിയസ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ പാരലായിട്ട് വരയ്ക്കുക, ഒരു പോയിൻ്റ് ഫിക്സ് ചെയ്യുക, അതാണ് AD. ഇനി ഇതിൻ്റെ പാരലൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം അതേപോലെ എടുത്തിട്ട് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഡോട്ടഡ് ലൈൻ ആക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് എത്ര നീളം എടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v²/r ആണ്. അപ്പോൾ v എന്ന് പറഞ്ഞാൽ നമ്മൾ വെലോസിറ്റി വരയ്ക്കണം. വെലോസിറ്റി വരച്ച് കഴിഞ്ഞാലാണ് ആക്സിലറേഷൻ കിട്ടുക. അപ്പോൾ വെലോസിറ്റീൻ്റെ v², r എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കൊരു ഇത് കിട്ടും. ഇപ്പോൾ ഒരു 5 m/s² ആണെങ്കിൽ 1 cm എന്ന് പറഞ്ഞാൽ 5 ഉള്ളത് എടുക്കുക. ഇപ്പോൾ ഇവിടെയാണ് 5 ഉള്ളതെന്ന് വെക്കുക. ഇനി ഇവിടുന്ന് ഇതിൻ്റെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് 90 ഡിഗ്രിയാണ്. ഒന്നെങ്കിൽ ഇവിടുന്ന് തന്നെ 90 എടുക്കുക, അല്ലെങ്കിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടുന്ന് തന്നെ 90 z² വെച്ചിട്ട് ഇവിടുന്ന് ഒരു 90 ആക്കുക. അതിപ്പോൾ ആൽഫേൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് നമ്മുടെ ഈ സാധനത്തിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടേക്ക് തന്നെ വരും. ഇതെത്ര ദൂരം എടുക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ v = r ω ആണെങ്കിൽ ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ r ആൽഫയാണ്. അതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇതിൽ സ്കെയിൽ ചെയ്യുക. ഇതിപ്പം ഇവിടെയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ പോയിൻ്റ് കിട്ടിയെന്ന് വെക്കുക. ഇതിങ്ങോട്ട് എന്നിട്ട് ഫിക്സഡ് പോയിൻ്റ് ഇങ്ങോട്ട് വരയ്ക്കുന്നതാണ് ഇതിൻ്റെ ആബ്സല്യൂട്ട് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ A. ഇത് എന്ന് പറഞ്ഞാൽ AC ആണ്, ഇത് എന്ന് പറഞ്ഞാൽ AT. ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ B. അപ്പോൾ ബിൻ്റെ AC ആണിത്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇത്. ഇനി അടുത്ത BC എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്. BC അതേപോലെ എടുക്കുക. BC അതേപോലെ എടുത്തിട്ട് ഇവിടെ എടുക്കുക, ഇങ്ങോട്ട് വെക്കുക. ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. BCൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഇത് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരച്ചത്. ഇങ്ങോട്ട് പോകുന്നില്ല എന്ന് വെച്ചാൽ BCൻ്റെ സൈഡ് ഇങ്ങോട്ടാണ്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് BCക്ക് ഒരു വെലോസിറ്റി ഉണ്ടാവില്ല, നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾ വെച്ച് കണ്ടുപിടിക്കും. അപ്പോൾ അതിന് v²/r ചെയ്താൽ നമുക്ക് BCത്തെ ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. ഇനി ആ പോയിൻറ്റിൻ്റെ ആൽഫേൻ്റെ ഡയറക്ഷൻ നമുക്കറിയില്ല. അപ്പോൾ മുകളിലേക്കും താഴേക്കും വരയ്ക്കുക. അപ്പോൾ ഇവിടേക്ക് 90 വരയ്ക്കുക എന്ന് വെച്ചാൽ ഇത് 90 ആണ്. മുകളിലേക്കും വരയ്ക്കുക, താഴേക്കും വരയ്ക്കുക. അപ്പോൾ ഈ ഒരു എവിടെയുള്ള പോയിൻറ്റിലാണ് നമുക്ക് C കിട്ടുക. പിന്നെ CD എന്ന് പറയുന്നുണ്ട്. CD എന്ന് പറഞ്ഞാൽ അതും C ആണല്ലോ. അപ്പോൾ നമുക്ക് CD നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഫിക്സഡ് പോയിൻ്റിൽ നിന്ന് അങ്ങോട്ട് താഴേക്കാണ്. അപ്പോൾ ഈ സാധനം എടുക്കുക, എന്നിട്ട് ഈ സാധനം എടുത്തിട്ട് അതേപോലെ തന്നെ ഇതിന് കുറച്ച് ഇതുണ്ട് കേട്ടോ, ഞാൻ വരച്ചതിലുള്ളതാണ്. ഇതിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നിനക്ക് ഇങ്ങനെ കിട്ടും, കണ്ടില്ലേ? ഇതിങ്ങനെ കിട്ടും. ഈ പാരലാണ്, ഇതിന് പാരലാണിത്. ഞാൻ വരച്ചതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ